പാതി മാഞ്ഞ മണ്ണിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാറ്റിൽ നീമായി വിളക്കായി കാത്തു നിൽപ്പതാ. ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോതമ്പ് കഞ്ഞിയാണ് വെക്കാൻ പോകുന്നത്. ഗോതമ്പ് കഞ്ഞി വെക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അമ്മ കുടുംബശ്രീക്ക് പോയതുകൊണ്ട് ഞാൻ ഗോതമ്പെല്ലാം പൊടിച്ചു വെച്ച്. അമ്മ നേരത്തെ കഴുകി ഉണക്കി വെച്ചിരുന്ന പിന്നെ അത് പൊടിച്ചു വെച്ച്. എന്താമേ ഗോതമ്പ് എടുത്തോണ്ട് വന്നില്ലേ? അമ്മ ഇപ്പൊ എടുത്തോണ്ട് വരും. തീ കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇന്ന് ഗോതമ്പ് കഞ്ഞി കുടിക്കാൻ പോകുന്നത്. പൊന്നപ്പന കുളിക്കുവാന്ന് തോന്നുന്നു. എന്നാ ശരി, എന്നാ ഗോതമ്പ് കഞ്ഞി വെക്കുന്ന കാണാം. ഗോതമ്പ് ഞാൻ മിക്സിക്കകത്ത് വെച്ച് പൊടിച്ചതാ കേട്ടോ. എന്നാലും അതിനകത്ത് വലിയ ഗോതമ്പ് കിടപ്പുണ്ട്, കുഴപ്പമില്ല. എന്നാലും പിന്നെ അതെന്നിട്ട് ഇടഞ്ഞിട്ട് അതിന്റെ പൊടി എടുത്ത. ഇനി വെള്ളം തിളയ്ക്കുമ്പോ ആദ്യം ഇതാ ഇടുന്നത്, ഈ പൊടി പോലത്തെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെടുത്തോളൂ. അമ്മ അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തെ കഷ്ണമൊക്കെ ഇടയ്ക്കൊക്കെ പാകത്തിന് തിളച്ചോമേ കൈകടത്തുള്ളി ഇട്ടില്ലയോ? ഒത്തിരിയാണോ? ഒത്തിരിയാണോ? ഒത്തിരി ആയിരിക്കുമോ? ഇന്നത്തെ വലിയതൊക്കെ ഞാൻ പറയുന്നു. എല്ലാരും ഗോതമ്പ് കഞ്ഞി കുടിച്ചിട്ടുണ്ടാവും. നല്ല ഗുണമുള്ള സാധനമാണ്, നല്ല രുചിയാണ്. അതിനകത്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചാൽ നല്ലതായിരിക്കും. പക്ഷെ തേങ്ങ ഇല്ലാത്തത് ഞങ്ങൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കുന്നില്ല. തിളച്ചോ? തിളക്കണ്ട, കിട്ടാൻ മതി. തുറക്കാം, ഇട്ടാ മതി. പൊടിയാണോ? പൊടിയിടല്ല, ആദ്യം പൊടിയല്ലേ ഇരുന്ന്? ഓ, ഞാൻ പറഞ്ഞ ആദ്യം പൊടിയാണ്. ആദ്യം പൊടിയല്ലേ ഇടുന്നത്, ആദ്യം വലുതായിരുന്നു. ആദ്യം ഇതായിരുന്നു കേട്ടോ. അതിനിട്ടാ പൊടി ഇരുന്നത്. ഞാൻ എനിക്ക് തെറ്റിപ്പോയി. വെള്ളം ഒഴിച്ച് കലക്കി അതിനകത്തോട്ട് ഒഴിക്കുക. ശരി, അങ്ങനാ ചെയ്യുന്നല്ലേ? എനിക്കാ തെറ്റി. ആദ്യം ഈ വലിയ ഇതാ പൊടിച്ച് ഇതായിരുന്ന. ഇടമ തിളകണ്ടായ വെള്ളം ഇട്ടാ മതിയോ? ഇട്ടിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കണം അല്ലേ? ഇളക്കി ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ച്. തീ കൂടുതലാണോ? വേവാൻ ഒത്തിരി സമയം എടുക്കുമോ? ഭയങ്കര പോക. അമ്മ എങ്ങനെ നേരത്തെ ഇങ്ങനെ വറുത്തം കണ്ട് പൊടിച്ചു? അമ്മ നേരത്തെ വറുത്ത് പൊടിച്ച് ഇങ്ങനെ കഞ്ഞി. അത് നല്ല രുചിയാണ്. അത് ഇനി ഒരു പ്രാവശ്യം അങ്ങനെ വെക്കണേ. വറുത്തിട്ട് ഞാനിത് മിക്സിക്കകത്തോട്ട് പൊടി ഇതുപോലെ തന്നെ എടുത്തിട്ട്. ഞാൻ അങ്ങനെ കുടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഏത് പാട്ടാ പാടുന്നതെന്ന് ആലോചിക്കുന്നത്. ഇന്നലെ മുഖം നീ നോക്കി ഇന്നൊരു ഹൃദയത്തിൽ ഗൃഹത്തിൽ പൊന്മുളം തണ്ടു മൂടി നീരിപ്പോ അതിൽ പൊരും നിനക്കേതു മാറിയില്ലല്ലോ, അതിൽ പൊരും നിനക്കേതു മാറിയില്ലല്ലോ. ഞാനിടയ്ക്ക് പാട്ടൊക്കെ പാടിക്കണ്ട ഇളക്കുന്നേ. അപ്പൊ എന്റെ പാട്ട് ഇങ്ങനെ ഞാൻ പാടുമ്പോഴത്തേക്ക് ഗോതമ്പ് കഞ്ഞി ഇങ്ങനെ വെന്തുകൊണ്ടേ ഇരിക്കും. വെള്ളം കുറവായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചമ്മ. ഇനി അടുത്തൊരു പാട്ട് പാട്ടെ. ആരോ നീട്ടി മനസ്സിൻ ഏതോ ശ്രുതി മുട്ടുന്ന
വിരഹാർദ്രയായ സന്ധ്യേ ആരോ വീരൻ വീട്ടി മനസ്സിനെ വെണ്ണിലാവു പോലും നിനക്കെന്നെരിയും വേനലായി വന്നരാജിനീട്ടി വസന്തം വർഷശോകമായി നിന്റെ ആഗ്രഹതയും തൂവൽ ചിന്നുടഞ്ഞ പടമായി നിന്റെ ആഗ്രഹതയും തൂവൽ ചിന്നുടഞ്ഞ പടമായി ഇരുളിൽ പറന്ന് മുറിവേറ്റു പാടുമൊരു പാവം തൂവൽ കിളിയാ ആരോ വിരൽ നീട്ടി മനസ്സിൽ ഏതോ പാതിമാഞ്ഞ മണ്ണിൽ പതുക്കെ പെയ്തൊഴിഞ്ഞ മഴയിൽ കാറ്റിൽ നിന്നിമായി വിളക്കായി കാത്തു നിൽപ്പതാരേ നിന്റെ മോഹശകലം പീലി ചിറകൊടി ശലഭം നിന്റെ മോഹശകലം പീലി ചിറകൊടിഞ്ഞ ശലഭം മനസ്സിൽ മെനഞ്ഞ മഴവില്ലുമായ്ക്കൊരു പാവം കണ്ണീർ മുകിലാ ആരോ വിരൽ നീട്ടി മനസ്സിൻ ഏതോ സുതിലീട്ടുന്ന തളരും തനോടെ ഇടറും മനമോടെ ഇടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ. പാട്ട് കഴിഞ്ഞ് ഗോതമ്പ് ഇനി എന്തോന്ന് നീ എന്തുവാ നീ എന്റെ പൊടി കലക്കണോ വെള്ളം ഇട്ടാണ് പൊന്നപ്പനെ ഇപ്പോഴാണോടാ വന്നേ ഞാൻ പാട്ട് പഠിക്കേണ്ടിരുന്നോണ്ട് പൊന്നപ്പനെ ശ്രദ്ധിച്ചില്ല പൊന്നപ്പൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അത് ആ പൊടി കലക്കി എന്നാ ഇത് വെച്ച് കലക്കണ്ട തവി വെച്ച് ഇങ്ങനെ കലക്കി അതിനകത്തോട്ട് അങ്ങ് ഒഴിക്കും അന്നേരം നല്ല കൊഴുപ്പ് ഒന്നുകൂടെ കിട്ടും അമ്മ പറഞ്ഞ ഈ പൊടി പിന്നെ ഇത് ആദ്യം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിക്കും അങ്ങ് പിടിക്കും അതുകൊണ്ട് ലാസ്റ്റിൽ ഒഴിക്കും ഒഴിച്ച മതി മതി ഇത്ര മതിയല്ലോ അമ്മ പറഞ്ഞ കഞ്ഞിയെല്ലാം കൂടെ ആര് കുടിക്കുമെന്ന നമ്മള് 4 പേരും കൂടെ കുടിച്ചാൽ തീരത്തില്ലേ കഞ്ഞി തീരത്തില്ലടാ പൊന്നപ്പൻ കുടിക്കത്തില്ലേ പൊന്നപ്പന് ഗോതമ്പ് കഞ്ഞി അത്ര ഇഷ്ടമൊന്നുമല്ലേ ഇഷ്ടമാണോടെ ഇച്ചിരിയൊക്കെ കുടിക്കും തേങ്ങാപ്പാലൂടെ ഒഴിച്ചെങ്കിൽ നല്ലതായിരുന്നില്ലേ പക്ഷെ തേങ്ങ ഇല്ല കുടിക്കുന്നതിനകത്ത് മാത്രം ഒഴിച്ചാൽ മതി ബാക്കി എന്താ ഇപ്പൊ കുടിച്ചിട്ട് പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് രാത്രി കുടിക്കല്ലേ കഞ്ഞി വെന്ത് റെഡി ആയിട്ടുണ്ട് പൊന്നപ്പനും ഞാനൂടാണ് കഞ്ഞി കഞ്ഞി ടേസ്റ്റ് ചെയ്യുന്നത് കുറച്ച് മതി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചൂടോടെ കുടിക്കണം വാ പൊന്നു പൊന്നപ്പൻ ചൂട്
പൊന്നപ്പനാ നിനക്ക് നിപ്പുണ്ടോ നോക്കുന്നടാ. എന്താകട്ടെ ഇച്ചിരി കുടി. അല്ല കടി കൊള്ളോ? നല്ല രുചിയുണ്ടോ? ഇച്ചിരി ചൂടോ? പൊന്നപ്പൻ പറഞ്ഞ ചൂടുണ്ട്. നല്ല രുചിയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.